കാലഘട്ടത്തിൽ ഫിറ്റല്ലാത്തൊരു മതമാണ് ഇവർ പറയുന്നത്. കുറച്ചൊക്കെ അയവുകൾ വേണ്ടേ, ഇളവുകൾ വേണ്ടേ എന്നൊക്കെ. പക്ഷേ നമ്മൾ രണ്ടു കാലുള്ള മൃഗങ്ങളായി അതപ്പതിക്കാതിരിക്കാനാണ് ഈ ശുഷ്കാന്തിയുള്ള പ്രസ്ഥാനങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ വാലില്ലാത്ത മൃഗങ്ങൾ മാത്രമായി മാറും. ഭരണഘടന മാത്രം അനുസരിച്ചുകൊണ്ടൊരു സമൂഹത്തിന് മുന്നോട്ട് പോവുക സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ലല്ലോ. പ്രായമായവരെ ബഹുമാനിക്കണമെന്ന ലോകത്തേത് ഭരണഘടനയിലാണ് ഉള്ളത്? അബലരോടും അശരരോടും കാരുണ്യം കാണിക്കണമെന്ന് ലോകത്തേത് മതേതര ഭരണഘടനയിലാണുള്ളത്? അയൽവാസിക്ക് സേവനം ചെയ്യണമെന്ന് ലോകത്തേത് ഭരണഘടനയിലുണ്ട്? ധാർമ്മികമായ പാഠങ്ങളില്ലാതെ നടക്കില്ല. അപ്പൊ കേവലം ധാർമ്മികമായ പാഠങ്ങൾ കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യോ? നന്മകൾ ഇല്ല. ഭാവിയിൽ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷ വേണം. അതിന് യഥാർത്ഥത്തിലുള്ള സട്ടാവിനെ കണ്ടെത്തണം. അപ്പൊ ഉത്തരങ്ങൾക്ക് ഉത്തരമായി വരുന്ന അള്ളാഹു മനസ്സിൽ തെളിയണം. മതേതര ഭരണഘടന കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമേ അല്ല ലോകത്ത് നന്മകൾ ചെയ്യൽ. ഒരുപക്ഷെ ഏറ്റവും മാന്യമായൊരു മറുപടിയായിരിക്കും ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന്. ഭരണഘടന ഒരു അപൂർണമായ സിദ്ധാന്തമാണെന്നല്ല ഒരിക്കലും നമ്മളത് പറയില്ലല്ലോ. ഭരണഘടന പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഭരണഘടന ഒരു സമൂഹത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിന്റെ വ്യവസ്ഥ മാത്രമേ പറയുകയുള്ളൂ. ധാർമ്മികത അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വകാര്യത, ആധ്യാത്മികത അതൊന്നും വ്യവഹരിക്കാനുള്ളതല്ല. അത് ചിലതോ പുതിയ കാലത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും ക്യാമ്പസുകളൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം, കൺസെന്റ് മൊറാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പാടി പുകഴ്ത്തുന്ന കാര്യം. എത്രാം വയസ്സിലാണ്, ആരാണ് ഈ സമ്മതം? ഏത് ശാസ്ത്രീയമായ പിന്തുണയാണ് അതിനുള്ളത്? ആലോചിക്കണം. 40-ാമത്തെ വയസ്സിലാണ് ആമിന ബീവിയുടെ മകൻ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നബിയാകുന്നത്, നുബുവത്ത് ലഭിക്കുന്നത്. എന്തിന് 40 വയസ്സ് വരെ കാത്തുനിന്നു? വൈചാരികമായ പ്രായപൂർത്തിയുടെ കാലമാണ് 40 വയസ്സ്. 18-ാം വയസ്സിൽ സമ്മതം കൊടുക്കാൻ പറ്റുമല്ലോ. ആരാണ് അങ്ങനെ പറയുന്നത്? അതിനെന്ത് ശാസ്ത്രീയമായ പിന്തുണയാണുള്ളത്? ശാരീരികമായ പ്രായപൂർത്തിയുടെ എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് പ്യൂബർട്ടി, അതേപോലെ മനുഷ്യനുണ്ട് ബുദ്ധിപരമായ ഒരു പ്രായപൂർത്തി. ന്യൂറോ സയന്റിസ്റ്റുകളാണ് അതിന്റെ പ്രായം പറയേണ്ടത്. അത് 26 മുതൽ 40 വരെയാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അതേക്കുറിച്ച് ലോകത്തിന്റെ കാഴ്ചപ്പാട്. ശരിയേതാണ് തെറ്റേതാണ് എന്നുള്ള വിവേചനം, ഔചിത്യബോധം, തെരഞ്ഞെടുക്കാനുള്ള ഒരു വിവേകം മനുഷ്യരുണ്ടാകുന്ന കാലം പ്രായം. 17ഉം 18ഉം വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ഇവർ പറയിപ്പിക്കുകയാണ്, ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ ഞങ്ങൾ പോരേന്ന്. ഞങ്ങളെന്തണിയണം, നിങ്ങൾ ഇടപെടണ്ട. എവിടെ പോകണം, നിങ്ങൾ ഇടപെടണ്ട. ആരെ കൂടെ കൂടണം, നിങ്ങളൊന്നും മിണ്ടണ്ട. ആരെ കൂടെ കല്യാണം കഴിക്കണം, നിങ്ങൾ പറയണ്ട. കാരണം ഞങ്ങൾ മതിയായിരിക്കുന്നു. ഇതൊക്കെയാണ് ആർഗ്യുമെന്റ്. വയസ്സാണ് മാനദണ്ഡം 18. പക്ഷെ ചൈനയിൽ പോയാൽ 12 ഉള്ളൂ കൺസെന്റേജ്. ഫിലിപ്പീൻസിലോ 13, ദക്ഷിണ കൊറിയയിലും ജപ്പാനിലും ഒക്കെ 13, യൂറോപ്പിൽ പോയാൽ 16, അമേരിക്കയിൽ 17, GCCയിൽ 20, ബഹ്റൈനിൽ 21. ഇപ്പൊ ഏതാ പരിഗണിക്കുക? ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കോമൺവെൽത്ത് രാജ്യങ്ങളിൽ മാത്രമാണ് 18. ഈ 18 ആകുമ്പോ 17 ഇല്ലാത്ത ഒരു കൊമ്പും ഒരു മനുഷ്യനും വരുന്നില്ല. അത് പണ്ടിവിടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സിസ്റ്റമാണ്. വോട്ടവകാശ പ്രായം 18. സമൂഹത്തിന് മാരകമായൊരു തെറ്റിദ്ധാരണ. 17 വയസ്സ് കംപ്ലീറ്റ് ആയി 18 തുടങ്ങുന്ന കുട്ടിക്കെന്തോ പ്രത്യേകം വിവേകം, മഴ പെയ്യുന്നുണ്ട്. ഒരിക്കലും ഇല്ല. 18-ലും 19-ലും 20-ലൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഏജ് കൂടുന്നു, കലണ്ടർ മാറുന്നു, അത്രയേ ഉള്ളൂ. മറിച്ച് ബുദ്ധിപരമായ പ്രായപൂർത്തി 40-ലാണ്, 40-ന്റെ അടുത്ത പ്രായത്തിലാണ് എന്നുള്ളതാണ്. അതുവരെ ആർക്കാ കാത്തിരിക്കാൻ പറ്റുക? അപ്പൊ സ്വാഭാവികമായി ഈ പറയുന്ന കൺസെന്റ് തത്വമൊന്നും ഒരു സമൂഹത്തെ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പര്യാപ്തമല്ല. പിന്നെയുള്ള തേരുകളൊന്നും ഒരു സമൂഹത്തോട് പറയാനേ പറ്റാത്തതാണ്. ഹെഡോണിസം എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരം കൂടുതൽ ഉപദ്രവം കുറവാണെങ്കിൽ എടുക്കുക എന്നുള്ളത്. 10 ആളൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും എന്റെ വകയല്ല. ഇതൊക്കെയാണ് സ്വതന്ത്ര ചിന്തകൾ എന്ന് പറയുന്ന പരിഷ്കാരികൾ എന്ന് പറയുന്ന ആളുകൾ ഈ സമൂഹത്തിൽ പറയാതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. 10 പേരൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ 10 പേർക്ക് ഹൈ ക്വാണ്ടിറ്റി വാള്യത്തിലുള്ള ഹാപ്പിനെസ്, കൂടുതൽ സന്തോഷം. ഒരു പെണ്ണിന് മാത്രമാണ് ദുഃഖം. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു കാര്യത്തിൽ ദുഃഖം കുറവ്. 1/2 കിലോ ദുഃഖം, 5 കിലോ സന്തോഷം. അത് ഓക്കെയാണ്. ലോകത്തൊരു പരിഷ്കൃത സമൂഹത്തുള്ളത് പറയാൻ പറ്റുമോ? സാധാരണക്കാർ മനസ്സിലാക്കണം. ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ
ഏതെങ്കിലും കോളാമ്പി ചാനലിൽ വന്നിട്ട് മതവിമർശനം നടത്തുമ്പോൾ അവരൊക്കെ വലിയ വലിയ അവധൂതന്മാരാണെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അല്ല. അവരെ സിദ്ധാന്തം അവരുടേതായ രാജ്യം അവിടെ കെട്ടിപ്പൊക്കാൻ പറ്റിയാൽ അതിനേക്കാളും വലിയൊരു വേതാള നഗരം ഭൂമിയിൽ മറ്റൊന്നുണ്ടാവില്ല. അതല്ലേ ഈ പറയുന്നത്? ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അളക്കുക, എന്നിട്ട് ഏതാണ് കൂടുതലുള്ളത് അത് സ്വീകരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ 100 പേര് ഒരു വലിയ ട്രെയിൻ കൊള്ളയടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വീട് കവർ ചെയ്യുകയാണെങ്കിലോ ആർക്കാണ് കൂടുതൽ ഉപകാരം? അത് നടന്നോട്ടെ. ഇങ്ങനെ ഒരു സമൂഹത്തോട് പറയാൻ പറ്റാത്ത, പക്ഷെ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾക്കെതിരെ, സാമൂഹികമായ വിപത്തുകൾക്കെതിരെ, അതിൻ്റെ പരിണത ഫലങ്ങൾ അപകടമാണെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇത് സാമൂഹികമായ ദൗത്യമല്ലേ? ഇതല്ലേ ഈ സമൂഹത്തിൽ നടക്കേണ്ടത്? ഇതെങ്ങനെയാണ് ഇത് വിപത്താകുന്നത്? ഇതെങ്ങനെയാണ് വിധ്വംസക പ്രവർത്തനാകുന്നത്? ഇതല്ലേ പറയേണ്ടത്? ഇത് നമ്മൾ പറയുമ്പോൾ അത് അപരിഷ്കൃതത്താകും. പക്ഷെ ഇന്നും ഇന്നലെയും അമേരിക്കയിൽ വന്ന ന്യൂസ് നോക്കൂ. ഡൊണാൾഡ് ട്രംപ് എന്തേ പറഞ്ഞത്? ഇവിടെ ഇനി മുതൽ അമേരിക്കയുടെ ക്ലാസിക് കാലഘട്ടം ആരംഭിക്കുകയാണ്. അമേരിക്കയിൽ ഇനി സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ. അമേരിക്കയിൽ ഇനി ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല. കേരളത്തിൽ ഏതെങ്കിലും ചാനൽ വാർത്തയാക്കിയോ? ചർച്ച ചെയ്യുന്നുണ്ടോ? ഒരു കൊല്ലം മുമ്പ് റഷ്യയിലെ വാർത്ത, വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഇവിടെ ഇനി ട്രാൻസ്ജെൻഡേഴ്സിനെ ഞങ്ങൾ അനുവദിക്കില്ല, ഒന്നുകിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ. റഷ്യയിൽ ആ നിയമം വന്നു. കേരളത്തിൽ ആരെങ്കിലും കുലുങ്ങിയോ? ഞെട്ടി വരച്ചോ? സാംസ്കാരിക കേരളം എന്തെങ്കിലും അതിനെക്കുറിച്ച് പ്രതികരിച്ചോ? ചൈന എന്നോ അങ്ങനെയാണ്. യൂറോപ്പിലെ പല റിപ്പബ്ലിക്കൻ വലതുപക്ഷ രാജ്യങ്ങളും ആ സിദ്ധാന്തത്തിലാണ്. അപ്പോ ഇത് മതവിശ്വാസികൾ പറയുമ്പോൾ അത് 7-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതത്തിൽ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിലെ ഈ കാലഘട്ടത്തോട് യോജിക്കാത്ത പ്രതിലോമകരമായ സംസാരങ്ങൾ ഇവര് പറയുമ്പോഴോ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ. പക്ഷെ നമ്മൾ അവിടെ ഇത്ര ഉദാരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് ട്രാൻസ്ജെൻഡർ ആകുവാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത് പോലെ അതിലാണ് ശാസ്ത്രീയത എന്ന് അവകാശപ്പെടാൻ നിങ്ങൾക്ക് അർഹതയുള്ളത് പോലെ അത് അശാസ്ത്രീയമാണെന്ന് പറയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. മനുഷ്യൻ ഒന്നുകിൽ ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം. അല്ലാതെ അതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ഓപ്ഷൻ സാമൂഹികമായൊരു സിസ്റ്റമായാൽ അത് ഭവിഷ്യത്താണെന്ന് പറയാൻ നിങ്ങൾക്ക് അല്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ ഞങ്ങൾക്ക് ഭവിഷ്യത്താണെന്ന് പറയാനും സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ കേസ് ഓഫ് ഇന്നസെന്റ്? അത് ജനാധിപത്യപരമായ ഒരു നിലപാടല്ലേ? മതേതരത്വത്തിൽ നിലകൊള്ളുന്നൊരു നിലപാടല്ലേ? മാനുഷികമായ നിലപാടല്ലേ? സംവാദമാകാം. ആണും പെണ്ണും അല്ലാത്ത ഒരു 3-ാം ലിംഗം എന്ന് പറയുന്ന ലിംഗം ഉണ്ടോ സമൂഹത്തിന്? അത് ഗുണപരമാണോ അതല്ല ദോഷകരമാണോ? സംസാരിക്കാമല്ലോ. ശാസ്ത്രം പറയാം, സാമൂഹികം പറയാം, നിയമം പറയാം, മാനവികം പറയാം, മാനസികം പറയാം. ആർക്കാ അതിൽ പരാതിയുള്ളത്? പക്ഷേ നോക്കൂ, 21-ാം നൂറ്റാണ്ടിന്റെ ചെരിവും ചായ്വും അതിന്റെ മടക്കവും എങ്ങോട്ടേക്കാണ്? അപ്പൊ ലോകം മുഴുവനും നമ്മൾ പറയുന്നതിലേക്ക് ക്രമേണ അതാണ് ഉചിതം എന്ന് മനസ്സിലാക്കി വരികയാണ്. എല്ലാ കാര്യങ്ങളിലും, കേവലം ഈ പറയുന്ന സാമൂഹിക വിഷയങ്ങൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും. ഒറ്റ കാര്യം സമാപിച്ചു. ഒറ്റ കാര്യം. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ടെസ്ലയുടെ മുതലാളിയാണ്. ആ ഇലോൺ മസ്കിനെ കുറിച്ചുള്ള ആത്മകഥ എഴുതപ്പെടുന്നുണ്ട് അമേരിക്കയിൽ. എഴുതുന്നയാള് വോൾട്ടർ ഏസിയാസ്. ഇവിടെ ഞാൻ അധിക സ്ഥലത്ത് പറയാറുണ്ട്, നമ്മുടെ വിശ്വാസം ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു വഴി മനസ്സിലാവുവാൻ വേണ്ടി. അപ്പൊ ആൾക്കാര് ചോദിച്ചു, ഈ ഇലോൺ മസ്കിന്റെ ജീവിത കഥ എഴുതാൻ തുനിയുന്ന ഈ വോൾട്ടർ ഏസിയാസിനോട്, അല്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഈ ആളെ ജീവചരിത്രമാണോ നിങ്ങൾ എഴുതുന്നത്? അദ്ദേഹം ഒരു ഫേക്ക് ഐഡിയ ഒന്നല്ല ഈ ഏലിയാസ്, വോൾട്ടർ ഏസിയാസ്. ഞാനിവിടെ പറഞ്ഞപ്പോ ഒരാൾ അങ്ങനെ ചോദ്യം ഉണ്ടായി. അമേരിക്കയിലെ മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചർ ഫൈസൽ രാജാവിനോടൊക്കെ ചർച്ചയ്ക്ക് പോയ US-ന്റെ ഏറ്റവും പ്രഗത്ഭനായ മുൻകാല സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ജീവിതചരിത്രം എഴുതിയ ആളാണ് ഈ വോൾട്ടർ ഏസിയാസ്. ഇന്ത്യയിലെ രാം ബുരിയാനിയുടെയും റൊമിള താപ്പറിന്റെയും അരുന്ധതി റോയിയുടെയും സ്ഥാനത്തെക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താ ഈ മനുഷ്യന്റെ ജീവചരിത്രം മരിക്കുന്നതിന് മുമ്പേ എഴുതുന്നത്? അതിന് അദ്ദേഹം കൊടുത്തൊരു മറുപടി ഉണ്ട്. ഇദ്ദേഹം ഇലോൺ മസ്ക് അദ്ദേഹം ഒരു മനുഷ്യനല്ല. ഹി മൈറ്റ് ബി ആൻ ഏലിയൻ ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ. ഇലോൺ മസ്ക് ഒന്നുകിൽ അന്യഗ്രഹ ജീവിയാകണം, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന ഒരാളാകണം. അങ്ങനെ അതിനെ മാത്രം ഇലോൺ മസ്കിന് എന്തേ ഉള്ളത്? അപ്പൊ അതിന്റെ വിശദീകരണത്തിൽ എന്താ കൊണ്ടുവരുന്നത്?
സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്ത കാര്യങ്ങളാണ് ഇലോൺ മസ്ക് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ന്യായം. എന്താ ഇത്ര വലിയ കാര്യം അദ്ദേഹം ചിന്തിക്കുന്നത്? സാധാരണക്കാർ ചിന്തിക്കാത്ത കാര്യം എന്തേ അദ്ദേഹം ലോകത്തോട് പറയുന്നത്? നടക്കാത്ത കാര്യങ്ങളാണ് മിക്കതും. ബഹിരാകാശത്ത് പോയി റിയൽ എസ്റ്റേറ്റ് തോട്ടങ്ങൾ കെട്ടുക. നമ്മളൊക്കെ ഇവിടെ എന്താ ചെയ്യുക? വയനാട്ടിൽ 100 ഏക്കർ തോട്ടം, അല്ലെങ്കിൽ ഇവിടെ ഇത്ര അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ചർച്ചകൾ, മുതലാളിമാരുടെ ചർച്ചകൾ. പക്ഷെ ഇലോൺ മസ്കിന്റെ കൺസെപ്റ്റ് അതല്ല. അദ്ദേഹം പറയുന്നത് ആകാശത്ത് റിയൽ എസ്റ്റേറ്റ്. പാകിസ്ഥാൻ പട്ടിണിയിലാണെങ്കിൽ പാകിസ്ഥാന്റെ 1000 കിലോമീറ്റർ ഇലോൺ മസ്കിന് പണയം വെച്ചാൽ മതി. ഒരു കൊല്ലത്തേക്ക് $100 ബില്യൺ വായ്പ കൊടുക്കും. തിരിച്ചടക്കുമ്പോൾ പാകിസ്ഥാന്റെ ആകാശം പാകിസ്ഥാനെ തിരിച്ചു കൊടുക്കും. ഭൂമി വിട്ട കേസാ, അതൊക്കെ ചീള് കേസ് എന്ന് പറഞ്ഞല്ലോ. അതേപോലെയാ. ഇനി ഇന്ത്യക്ക് പട്ടിണിയാണ്, ദാരിദ്ര്യമാണെങ്കിൽ ഇന്ത്യയുടെ 20,000 കിലോമീറ്റർ ആകാശം അദ്ദേഹത്തിന് പണയം വെച്ചാൽ മതി. 10 കൊല്ലത്തേക്ക് റേഷനറി നമുക്ക് ഫ്രീ ആയി കിട്ടും. ഇങ്ങനെ ലോകത്തെ മുഴുവനും ആകാശങ്ങളും വിലക്കെടുക്കുക എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പൊ ആകാശം വിലക്കെടുത്താൽ എന്താന്ന് ചിന്തിക്കും. ആകാശത്തിനൊക്കെ വലിയ വിലയാണിപ്പോ. കാരണം ഈ ബഹിരാകാശത്തേക്ക് പേടകങ്ങൾ വിക്ഷേപിക്കാൻ എല്ലാ തറയിൽ നിന്നും പറ്റൂല. ഇവിടെ തിരുവനന്തപുരത്തല്ലേ ഒന്നുള്ളത്, പിന്നെ വേറെ തുമ്പയിലൊക്കെ അല്ലേ ആകാശവാതിലുകൾ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇപ്പൊ അമേരിക്കയുടെ കാര്യങ്ങൾ വിക്ഷേപിക്കാൻ അർജന്റീനയുടെ വയലാണ് വാടക എടുക്കുന്നത്. അങ്ങനെയൊക്കെയുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. ഇങ്ങനെയുള്ള ലോകത്ത് ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ. പിന്നെയോ മനുഷ്യന്റെ ഉടലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബ്രെയിനും സൈബോർഗുകൾ, ഇങ്ങനെ ന്യൂറാലിങ്ക്, സ്പേസ് എക്സ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നടപ്പിൽ വരുത്തിയിട്ടില്ല, പറയുന്നത്. ഇതേപോലെയുള്ള മനുഷ്യർക്ക് വേണ്ടി ദ്വീപുകൾ ഉണ്ടാക്കും, സാമ്രാജ്യം ഉണ്ടാക്കും. ഇങ്ങനെ ഇതേവരെ ലോകത്തോടാരും സംസാരിക്കാത്ത കാര്യങ്ങൾ പറയുന്നതിന്റെ പേരിൽ, പ്രാവർത്തികമാക്കിയതിന്റെ പേരിലല്ല, സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതിന്റെ പേരിലും അല്ല, കേവലം ഒരു തിയറി മുന്നോട്ട് വെച്ചതിന്റെ പേരിൽ, മിനിമം അതിന്റെ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റേജ് ചെയ്യുന്നതിന്റെ പേരിൽ ഇദ്ദേഹത്തെ കുറിച്ച് ലോകം പറയുകയാണ് ഹി മൈറ്റ് ബി ആൻ ഏലിയൻ. ഒന്നുകിൽ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ അദ്ദേഹം ഒരു മലക്കാവണം, ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ, അല്ലെങ്കിൽ മാലാഖയോട് സംസാരിക്കുന്ന ഒരാളാകണം. ഇതാണ് ഇലോൺ മസ്കിനെ കുറിച്ച് ആധുനിക ലോകത്തിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾ ഇതിരുന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കിയാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം മനസ്സിലാവും. അതിനെ 2025 ലോകം ആ ന്യായം ആരെങ്കിലും ചിരിച്ചു തള്ളിയോ? ഇങ്ങനെ ആർഗ്യുമെന്റ് വരുമ്പോൾ ആരെങ്കിലും ചിരിച്ചു തള്ളിയോ? അതിനെ കളിയാക്കിയോ, പരിഹസിച്ചോ? ഉണ്ടായില്ല. കാരണം ലോകം ഒരു തത്വം അംഗീകരിക്കുന്നു. എന്താണ് തത്വം എന്നറിയോ? എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ എന്ന് പറയും. അസാധാരണമായ സംഭവങ്ങൾ, അസാധാരണമായ വിശദീകരണങ്ങൾ അതിനുണ്ടാവേണ്ടതുണ്ട്. ഇലോൺ മസ്കിന്റെ കാര്യങ്ങളൊക്കെ അസാധാരണമാണ്. അപ്പോൾ അസാധാരണമായൊരു വിശദീകരണം അതിന് കിട്ടണം. ഇങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, 1400 കൊല്ലം മുമ്പ് ജീവിച്ച് വഫാത്തായി പോയ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കാത്ത കാലത്ത്, പാട്ടവിളക്കിൽ മണ്ണെണ്ണ വരാത്ത കാലത്ത്, പരിഷ്കാരം അതിന്റെ പുറന്തോടിൽ, പരിഷ്കാരം അതിന്റെ ചെപ്പ് പൊട്ടിച്ച് അത് പുറത്ത് വരാത്തൊരു കാലത്ത്, കാൽനടയായും കഴുതപ്പുറത്തും മാത്രം മനുഷ്യൻ സഞ്ചരിച്ച ഒരു കാലത്ത് പ്രവാചകൻ ഭൂമിയുടെ 4 അറ്റങ്ങളിൽ നടക്കുന്നത് കണ്ണു ചിമ്മി പറഞ്ഞില്ലേ? ഭൂതകാലം പറഞ്ഞില്ലേ? ഭാവി കാലം പറഞ്ഞില്ലേ? പ്രവാചകൻ പറഞ്ഞത് ഏതാണ് പുലരാത്തത്? ഒരു വട്ടം നാം മദീനയിൽ പോയാൽ നബി പറഞ്ഞത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയില്ലേ? 1400 കൊല്ലം മുമ്പ് ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കിയ, ഈത്തപ്പനയുടെ ഓല മേൽക്കൂരിയാക്കിയ, മഴ പെയ്താൽ ചോർന്നൊലിക്കും എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തിയ ഒരു പള്ളിയിൽ വെച്ച് പ്രവാചകൻ പറഞ്ഞില്ലേ എന്ന് ദജ്ജാൽ ഈ ജുഹഫ് മലയുടെ മുകളിൽ വന്നുകൊണ്ട് മദീനയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കും, ലിമനിൽ കസ്റുൽ അബിയദു ഹാദാ, ആരുടേതാണ് ഈ വൈറ്റ് പാലസ്, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? നബി പറയുന്ന കാലത്ത് ഒരു മണ്ണിന്റെ കട്ട കൊണ്ട് കെട്ടി അതിന് ഈത്തപ്പനയുടെ മേൽക്കൂര, ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയാക്കി വെച്ച പള്ളിയിൽ വെച്ച് പ്രവാചകൻ അത് പറഞ്ഞുവെങ്കിൽ 2025 നമ്മൾ കാണുന്നു അത് വെള്ളക്കൊട്ടാരമായിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാം ദമസ്കസ് നഗരത്തിലെ വലിയ ജമാഅത്ത് പള്ളിയുടെ കിഴക്ക് ഭാഗത്തുള്ള വെളുത്ത മിനാരത്തിൽ വന്നിറങ്ങുമെന്ന് പ്രവാചകൻ പറയുന്ന കാലത്ത് ദമസ്കസ് നഗരം ഉണ്ടായിട്ടില്ല, ജമാഅത്ത് പള്ളിയും ഉണ്ടായിട്ടില്ല, വെള്ള മിനാരവും ഉണ്ടായിട്ടില്ല. 2025 ദമസ്കസ് ഉണ്ട്, ജമാഅത്ത് പള്ളിയുണ്ട്, അതിന് കിഴക്ക് ഭാഗത്ത് തന്നെ വെള്ള മിനാരവുമുണ്ട്. പ്രവാചകൻ പറഞ്ഞില്ലേ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ലാ തഖൂമു സ്സഅ ഹത്താ യഊദ അർദുൽ അറബി അൻഹാറൻ വമുറൂജ.
അന്ത്യനാൾ ഒരിക്കലും സംഭവിക്കുകയില്ല. ഞാൻ പാദം മൂന്നി നിൽക്കുന്ന ഈ അറബ് ഭൂമിക തോട്ടങ്ങളായും നദികളായും മടങ്ങുന്നത് വരെ, പ്രവാചകൻ പറയുന്ന കാലത്ത് അറേബ്യയിൽ നദികളില്ല, അറേബ്യയിൽ പാർക്കുകളില്ല. 2025 കാലത്ത് അറേബ്യയിൽ ഇറിഗേഷൻ സംവിധാനങ്ങളും തടാകങ്ങളും നിറഞ്ഞിരിക്കുന്നു, പാർക്കുകൾ നിറഞ്ഞിരിക്കുന്നു, പച്ചക്കറിയും ഫ്രൂട്ട്സുകളും അതിന്റെ വിളവെടുപ്പും അറേബ്യയിൽ നിറഞ്ഞിരിക്കുന്നു. 2070 ലോകത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറിയും ഫ്രൂട്ട്സും വിപണനം ചെയ്യുന്ന വിളവെടുക്കുന്ന ഭൂമിക അറബ് ഭൂമികയായിരിക്കുമെന്നുള്ള പഠനങ്ങൾ വരുന്നു. പക്ഷേ പ്രവാചകൻ അത്ഭുതകരമായി അവിടെ ഇങ്ങനെ ഒരു വാക്ക് കൂടി പറഞ്ഞു, ഹത്താ യഊദ, ഈ അറബ് ഭൂമിക മടങ്ങുന്നത് വരെ. ജിയോളജി പഠനങ്ങൾ മുന്നോട്ട് വെക്കുന്നു, മില്യൺ ഓഫ് ഇയേഴ്സ് എഗോ അറേബ്യ വാസ് എ ജുറാസിക് പാർക്ക്. മില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് ദിനോസറുകൾ ഉണ്ടായിരുന്ന വനനിപുണമായ കാടായിരുന്നു അറേബ്യ. 10-15,000 കൊല്ലം മുമ്പ് വരെയും അറേബ്യയിൽ കാടുകളായിരുന്നു. നൂറ്റാണ്ടുകളോളം ക്ഷാമമുണ്ടായതാണ് പിന്നീട് മരുഭൂമിയാകാൻ കാരണം. ഇങ്ങനെ എണ്ണിയാൽ നൂറുകണക്കിന് തെളിവുകൾ നമുക്ക് പറയാൻ കഴിയും. ആ തത്വം വെച്ചുകൊണ്ട് നമുക്കും പറയാൻ കഴിയില്ലേ, ഹി മൈറ്റ് ബി ആൻ ഏലിയൻ. ഈ അന്ത്യപ്രവാചകൻ ഒന്നുകിൽ ഒരു മലക്കാവണം, ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ, അല്ലെങ്കിൽ മലക്കല്ലെങ്കിൽ ജിബ്രീലിനോട് മിണ്ടിയ ഒരു മനുഷ്യനാകണം. അതാണ് ഞാൻ പറയുന്നത്. ജെൻഡർ പൊളിറ്റിക്സ് ആയാലും ധാർമ്മികതയായാലും മതവിശ്വാസമായാലും ആധ്യാത്മിക വിശ്വാസമായാലും മെറ്റാഫിസിക്കലായ അഭൗതികമായ ഏത് കാര്യമായാലും എന്താണോ നമ്മുടെ ആദർശം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞത്, അവിടത്തേക്ക് ഈ ലോകം കറങ്ങിത്തിരിഞ്ഞ് മടങ്ങി വരികയുള്ളൂ എന്നുള്ളത് നിശ്ചയമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അതാണ് ഈ വിശ്വാസത്തിന്റെ പ്രസക്തി, ഈ ആദർശത്തിന്റെ പ്രസക്തി. അതാണ് നമ്മുടെ അമാനത്താണ് ആദർശം എന്ന് നമ്മൾ പറയുന്നതിന്റെ കാര്യവും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ ഇതാ നിർത്തി എന്ന് പറഞ്ഞ് പിന്നീട് ചാടിപ്പോയത് ഒരു തെത്തിമ്മത്തിന് വേണ്ടിയാണ്. അഫവൻ അമീദ് ബൈസുസ്താദൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന്റെ മറ്റു ആദർശപരമായ സംഗതികളൊക്കെ അദ്ദേഹം ഉസ്താദ് അവർ വിശദീകരിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.